ഹായ് വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ ഡെക്കോർ സെറ്റ് ചെയ്യുന്ന കണ്ടാലോ. നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് കാനങ്ങാട് വന്നിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം 2 മണിക്കൂറിൻ്റെ ട്രാവലാണ് കേട്ടോ ഇവിടത്തേക്ക് വരുന്നത്. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ട് ഡെക്കോർ സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലോങ് വരുമ്പോൾ പൊതുവേ ചെയ്യുന്ന മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഡേ ഫുൾ അവിടെയായിരിക്കും സ്പെൻഡ് ചെയ്ത് കയ്യോടെ അയച്ചിട്ട് വരാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം 2 ഹവേഴ്സോളം നമുക്ക് നാട്ടിൽ നിന്ന് അവിടത്തേക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അങ്ങനെ ഏകദേശം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ജംഗിൾ തീമാണ് കേട്ടോ. അങ്ങനെ ഏകദേശം റെഫറൻസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏകദേശം അവർ പറഞ്ഞ ഡിസൈനൊക്കെ പോലെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ജംഗിൾ തീമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആ ബലൂണിന് എന്താണ് അടിക്കുന്നത്, പെയിൻ്റ് ആണോ അല്ല എന്താ കളർ വരാനാണോ, അങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ബലൂണിന് അടിക്കുന്നത് ബലൂൺ ഷൈനിങ് സ്പ്രേ ആണ് കേട്ടോ. അതായത് പെയിൻ്റ് അല്ല, ഒരു ഷൈനിങ് വരുന്ന ഒരു ഗ്ലോസി ടൈപ്പ് ഒരു സ്പ്രേ ആണ്. അത് ബലൂൺ ഷൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മെയിനായിട്ട് വരുന്ന ഡാർക്ക് കളറിന് അടിച്ചാലാണ് കൂടുതലായിട്ട് വരിക. അതായത് ഇതിലെ ബ്രൗൺ കളറിനെല്ലാം അടിച്ചാൽ അത്യാവശ്യം നല്ല ഗ്ലോസി ആയിട്ട് കാണും കേട്ടോ. ബ്രൗൺ ബ്ലാക്ക്, അതായത് ഡാർക്ക് കളർ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ബലൂണിൽ തന്നെ ഒരു തിക്കായിട്ടുള്ളൊരു ബലൂൺ വരുന്നുണ്ട്, ക്രോം എന്ന് പറയും, ഷൈനിങ്ങിലുള്ള. അതിനൊക്കെ അടിച്ചാൽ ബെസ്റ്റായിട്ട് കാണട്ടെ. കാരണം അതിൻ്റെ ഷൈനിങ് കുറച്ച് കഴിയുമ്പോൾ ഡിമ്മാവും. ഓൾറെഡി ഷൈനിങ് ആയിട്ട് വരുന്ന ബലൂണ് കുറച്ച് കഴിയുമ്പോൾ ഡിമ്മാവും. അപ്പോൾ അതിനൊക്കെ ബെസ്റ്റാണ് ഈ ഒരു ഷൈനിങ് സ്പ്രേ. ഇപ്പം തന്നെ ഞാൻ ഈ ബ്രൗൺ അടിക്കുമ്പോൾ കാണും, പെട്ടെന്ന് അടിക്കുമ്പോൾ തിരിയില്ല. ആ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ അടിക്കാത്ത വശവും കമ്പയർ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് വ്യത്യാസം തിരിയാട്ടോ. പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തിരിയില്ല കേട്ടോ. എന്തെങ്കിലും ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നും കാണുന്നില്ലല്ലോ അങ്ങനെ തോന്നാം. പക്ഷേ ഓപ്പോസിറ്റുള്ള ബ്രൗൺ നോക്കിയാലും ഈ ഒരു ബ്രൗൺ നോക്കിയാലും പെട്ടെന്ന് മനസ്സിലാക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു മിറർ ഫീൽ അങ്ങനെ വരുന്നത് അത് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത് എന്താ പറയുക, ആനിമൽസിനൊക്കെ വെച്ച് ഈ ഒരു ഡെക്കോർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ജംഗിൾ തീം ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പോൾ ഈ ഒരു ജംഗിൾ തീം ചെയ്തപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കസ്റ്റമറിനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വിചാരിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു, അവർക്ക് ഹാപ്പി ആയിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു റിവ്യൂ കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ചെയ്തു കൊടുത്ത കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്ന പറയുമ്പോൾ അത് ഇഷ്ടപ്പെടും, നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. അങ്ങനെ അതവിടെ സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ അടുത്താണ് ഈ ബേക്കൽ ഫോർട്ട്, അങ്ങനെ ബേക്കൽ എന്തോ ഒരു പാർക്കെല്ലാം വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ പേര് പറഞ്ഞത് അവിടെ ഇതിൻ്റെ ഉള്ള ഒരു പെറ്റ് സ്റ്റേഷൻ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കണ്ണൂരിൽ അത്ര ഇല്ലെങ്കിൽ പക്ഷേ അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. അവിടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ നല്ലൊരു നേച്ചർ അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാൻ. നമ്മളങ്ങനെ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ മാത്രം സ്പെൻഡ് ചെയ്യേണ്ട ടൈമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. കാരണം അതൊരു ബെസ്റ്റ് പ്ലേസ് ആയിരുന്നു. നമുക്ക് അവിടെ ഫുള്ള് ചുറ്റാനുള്ളതെല്ലാം ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ശരിക്കും അതിൻ്റെ പേരെന്താ ഓർമ്മയില്ല. ബേക്കൽ ഫോർട്ടിൻ്റെയും അതിൻ്റെ എല്ലാം അടുത്തായിട്ട് തന്നെ വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ആകെ 2-3 കിലോമീറ്റർ നമുക്ക് ഓടാനും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താ പറയുക, നല്ലൊരു ബീച്ച് പാർക്കും ഉണ്ട് അവിടെ. അതുപോലെ തന്നെ അവിടെ പ്ലേ സ്റ്റേഷൻസ് കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റില്ല, ആ സമയത്തൊക്കെ എൻ്റെ ഫോൺ ഓഫ് ആയിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും കാറിൽ പോയി ചാർജ് ചെയ്യാൻ പറ്റത്തോണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഈ ഒരു ടോയ് ട്രെയിൻ എല്ലാം കൊണ്ട് എനിക്കെന്തോ ആ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, ആകാശത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന സെറ്റപ്പ് ഇല്ല, അതൊക്കെ ഉണ്ട്. എന്താ പറയുക, പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് പാക്കേജ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് അടിപൊളി സ്പോട്ടായിട്ട് തോന്നിയിട്ട്. കാരണം നമ്മളൊരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലങ്ങൾ തേടിപ്പോകേണ്ട അവസ്ഥ വരാറുണ്ട്. കാരണം നമുക്ക് മണിക്കൂർ കംപ്ലീറ്റ് ആണെന്നല്ല നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസ് എനിക്കൊന്ന് ബെസ്റ്റ് പ്ലേസ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം സോയ്ക്കും ബെസ്റ്റ് ഓപ്ഷനാണ്. അവൾ ഓരോ സാധനത്തിൽ കയറിയും കളിച്ചൊക്കെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെയും നമുക്ക് ആ ടിക്കറ്റിൽ തന്നെ റീ എൻട്രിയും കൂടി ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എഗെയിൻ ഞാൻ പറയുന്നത്, എനിക്ക് പേരെന്താണെന്ന് ഓർമ്മയില്ല ഇവിടുത്തെ സ്ഥലത്തിൻ്റെ. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കസ്റ്റമർ വിളിച്ചു പറഞ്ഞു അവരെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്ത് നമ്മൾ നാട്ടിലേക്ക് വിട്ടിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.